ശ്രീനന്ദ. ഞാൻ ഇന്നിവിടെ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പൈസ ചിലവാകാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ ഹോൾഡറാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരും നന്നായി ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലോ. ഓൺലൈൻ ക്ലാസ്സിനായാലും ഓഫീസ് വർക്കിനായാലും സോഷ്യൽ മീഡിയ നോക്കുന്നവരായാലും ഫോൺ കയ്യിൽ വെച്ചിട്ടല്ലേ നോക്കുന്നത്. ഇത് നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണല്ലോ. അതിനുള്ള ഒരു പരിഹാരമാണ് ഈ ഫോൺ സ്റ്റാൻഡ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രചോദനമാകൂ. എന്നാൽ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ അടിപൊളി ഫോൺ ഹോൾഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഇതേപോലുള്ള 4 ഇഞ്ചിന്റെ ഒരു PVC പൈപ്പാണ്. ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്ന 4 ഇഞ്ചിന്റെ PVC പൈപ്പാണ്. ഇതിൽ നിന്ന് 8 സെന്റിമീറ്റർ വീതിയിൽ നമുക്ക് ഒരു കഷ്ണം മുറിച്ചെടുക്കാം. ഇനി ഇങ്ങനെ മാർക്ക് ചെയ്ത് അത് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഇതേപോലെ നീർത്ത് ഒരു PVC ഷീറ്റാക്കി മാറ്റണം. ചൂടാക്കിയിട്ട് ഇതിനെ നീർത്ത് നമുക്ക് PVC ഷീറ്റാക്കാം. ഇനി അതല്ലെങ്കിൽ അയൺ ബോക്സ് ഉപയോഗിച്ച് ചൂടാക്കി ഷീറ്റാക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അയൺ ബോക്സ് ഉപയോഗിച്ച് ഷീറ്റാക്കാൻ അച്ഛനാണ് സഹായിച്ചത്. അതിന് കുറച്ച് പണിയുണ്ട് കേട്ടോ. കുട്ടികളാരും മുതിർന്നവരുടെ സഹായമില്ലാതെ ഇങ്ങനെ ചെയ്യരുത്. ഏറെക്കുറെ ഫ്ലാറ്റായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് അയൺ ചെയ്തു കൊടുക്കാം. ഇതിപ്പോ നമ്മൾ അയൺ ചെയ്ത് അടിപൊളി PVC ഷീറ്റാക്കി എടുത്തിട്ടുണ്ട്. ബെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതിന്റെ 4 കോർണറും ഫയൽ ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ PVC ഷീറ്റ് നമുക്ക് ബെൻഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം 1.5 സെന്റിമീറ്ററിൽ ആദ്യത്തെ ബെൻഡും പിന്നീട് 1.5 സെന്റിമീറ്ററിൽ രണ്ടാമത്തെ ബെൻഡും, അത് കഴിഞ്ഞ് 8 സെന്റിമീറ്ററിൽ വീണ്ടും ഒരു ബെൻഡ്. 8 സെന്റിമീറ്റർ മാർക്ക് ചെയ്തതിനു ശേഷം 12 സെന്റിമീറ്ററിൽ വീണ്ടും ഒരു ബെൻഡ്. ചാർജിംഗ് കേബിൾ കടന്നു പോകുന്നതിന് വേണ്ടി 12 സെന്റിമീറ്ററിന്റെ മിഡിൽ ഒരു സർക്കിളോ സ്ക്വയറോ രീതിയിൽ മുറിച്ചെടുക്കുന്നത് നന്നായിരിക്കും. 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്തതിനു ശേഷം 10 സെന്റിമീറ്റർ നീളത്തിൽ മാർക്ക് ചെയ്യുക. ഇതാണ് ഫോൺ സ്റ്റാൻഡിന്റെ അടിഭാഗമായി വരുന്ന ഭാഗം. ഈ ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇത് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. നേരത്തെ പറഞ്ഞ ഈ സർക്കിളും കട്ട് ചെയ്തു മാറ്റാം. മെറ്റൽ പൈപ്പ് ചൂടാക്കിയാണ് ഹോൾ ഉണ്ടാക്കിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കാം. സിഗരറ്റ് ലൈറ്റർ ഉപയോഗിച്ചിട്ടാണ്
ബെൻഡ് ചെയ്യുന്നത്. ഫോൺ വെക്കാനുള്ള ഭാഗമാണ് ആദ്യം ബെൻഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരു സ്റ്റീൽ സ്കെയിൽ ഉപയോഗിച്ചാൽ എളുപ്പത്തിൽ ബെൻഡ് ചെയ്യാം. ഈ ഭാഗം ഇതുപോലെ പിറകിലേക്ക് ബെൻഡ് ചെയ്യുക. സ്റ്റാൻഡ് തറയിൽ നിൽക്കേണ്ട ഈ ഭാഗം സ്കെയിൽ ഉപയോഗിച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ബെൻഡിംഗ് എല്ലാം പൂർത്തിയായി. നമ്മുടെ ഫോൺ സ്റ്റാൻഡിന്റെ ഷേപ്പ് ഇതുപോലെയാണ്. എഡ്ജുകളൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടി ഒന്ന് ഫയൽ ചെയ്യുന്നത് നല്ലതാണ്. എഡ്ജസ് ഒക്കെ നല്ല സ്മൂത്ത് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫോൺ വെച്ചു നോക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് സ്പ്രേ ചെയ്ത് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ഏഷ്യൻ പെയിന്റ്സിന്റെ ആപ്കൊലൈറ്റ് ബ്ലാക്ക് സ്പ്രേ പെയിന്റ് ആണ്. ഇത് വെച്ച് നമുക്ക് ഇത് സ്പ്രേ ചെയ്യാം. ഇത് നമ്മുടെ ഫോൺ ഹോൾഡറിന് സ്പ്രേ ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഫോൺ മാത്രമല്ല, ടാബ്ലറ്റും ഇതിൽ വെച്ച് ഈസിയായി കാണാം. ഫോൺ ചാർജ് ചെയ്യുന്നതിനോ ഹെഡ്ഫോൺ കുത്തുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഇവിടെ ഇല്ല. ഈ ഫോൺ സ്റ്റാൻഡ് ഉപയോഗിച്ച് ഏറെ നേരം വീഡിയോ കാണുന്നതിനോ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ? If you enjoyed this video, please like, share and subscribe. Bye!